സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും ഈ നന്ദനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ദേവികേനെ എങ്ങനെയെങ്കിലും ഈ കേസിൻ്റെ പുറകെ നടക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന്. അങ്ങനെ നന്ദൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവിക വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുമ്പം, എനിക്ക് മനസ്സിനൊരു സുഖമില്ല. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ആ ഋഷിയുടെ കേസ് നീ മുന്നോട്ട് കൊണ്ടുപോകണ്ട, അത് നീ വിട്ട് കളയാൻ. അപ്പോൾ നീ കേൾക്കണില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്താ നന്ദു ഈ പറയണേ? ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, നമുക്കിനി ആ കാര്യം സംസാരിക്കണ്ട. എന്തായാലും ഞാനൊരു MLA അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കേസ് അങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റില്ല. മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട വരും. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ശരിക്കും നീ ഇപ്പം ഞങ്ങളെ മനസ്സിലാക്കാത്തത്, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. ഞാനും അമ്മയും എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ആ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടാന്ന്, എന്നിട്ട് നിനക്കത് കേൾക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി രാവിലെ തന്നെ ഗൗരിയോട്, നീ എന്തായാലും ഇന്ന് ശാരിക ഒന്ന് പോയി കാണണം, അവളുടെ മനസ്സിരിപ്പ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി അവളുടെ ഇഷ്ടത്തിന് നവീൻ്റെ കല്യാണം നമുക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. അവളാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ഗൗരിയും പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും തോന്നി അമ്മേ, ശാരിക ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കണേ. എന്തായാലും ഇന്ന് ഞാൻ പോയി ശാരികയെ കണ്ട് വിശദമായിട്ട് തന്നെ സംസാരിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെ രജനീനെയാണ്. രജനി രാവിലെ എഴുന്നേറ്റതും കിച്ചണിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന സമയത്ത് ഗിരീഷൻ വന്നിട്ട് പറയുന്നുണ്ട്, രജനി നീ തൽക്കാലം കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, ആദ്യം കുറച്ച് നാളൊന്നും സൂക്ഷിക്കണം, നല്ലതാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല ഗിരി, ഞാൻ അതിന് ഇവിടെ അത്രയധികം പണികളൊന്നും ചെയ്യണില്ലല്ലോ, അമ്മയല്ലേ ജോലിയൊക്കെ എടുക്കണേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യലല്ലേ ഉള്ളൂ എന്ന്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞാൽ തൽക്കാലം നീ കുറച്ച് ദിവസം നല്ലോണം റെസ്റ്റ് എടുക്കുക, ആദ്യ സ്റ്റേജിലാണ് എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിക്കുന്നത്, അതുകൊണ്ട് നീ റെസ്റ്റ് എടുത്തേ പറ്റുമെന്ന്. അങ്ങനെ രജനീനെ വിളിച്ച് ഗിരീഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ രാവിലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക വന്നതും പ്രഭാവതി, മോൾക്ക് ചായ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, വേണ്ടമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഞാനൊരു കാര്യം പറയാനാണ് അമ്മയുടെ അടുത്ത് വന്നേ. എന്താ മോളെ, എന്താണെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ, അതമ്മേ ഞാനൊരു MLA ആയതുകൊണ്ട് തന്നെ മണ്ഡലത്തിലുള്ള എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടേണ്ട വരില്ലേ. ഇപ്പോൾ നന്ദു പറയണത് ഞാൻ ആ കേസിൽ നിന്ന് പിന്മാറണമെന്ന്. അമ്മയും എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്താ എന്നെ മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് മോളെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഈ കേസിൽ ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്ത. നന്ദുവും പറയുന്നുണ്ട്, ഞാൻ ആ കേസ് അന്വേഷിക്കരുത്, പിന്മാറണമെന്ന്. അമ്മയും അത് തന്നെ പറയണു. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് ഞാനൊരു ബുദ്ധിമുട്ടും കാണുന്നുമില്ല. ഇനിയിപ്പോൾ അമ്മയുടെ നന്ദുവിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയാമെന്ന്. അന്നേരം പ്രഭാവതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഋഷിയെ നന്ദൻ കൊന്നതുകൊണ്ടാണ് കേസിൽ നിന്ന് പിന്മാറാൻ ദേവികയോട് പറയണതെന്ന് പ്രഭാവതിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രഭാവതി പറയുന്നുണ്ട്, മോൾ ഒരുപാട് അതിൽ പ്രഷർ ചെലുത്തണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചോളൂ. ഇനിയിപ്പോൾ മോൾ നിരന്തരം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് അന്വേഷണം ഊർജിതമാക്കാനൊന്നും പറയാതിരുന്നാൽ മതിയെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അമ്മേ? അരുന്ധതി മാഡം ഇന്നലെയും എന്നെ കാണാൻ വന്നിരുന്നു, എത്രയും പെട്ടെന്ന് കേസ് അന്വേഷണത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ മാഡത്തിന് വാക്കും കൊടുത്തു, എന്ത് വില കൊടുത്താണെങ്കിലും ഋഷിയെ കണ്ടെത്തുമെന്ന്. പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറണേ എങ്ങനെയാണ് അമ്മയെന്ന്. ആ സമയത്ത് ഈ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഇവള് തന്നെ നന്ദനെ കെണിയിലാക്കുമെന്നാണ് തോന്നണേ. കേസ് അന്വേഷണം ഇനിയും പുരോഗമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഋഷി കൊല്ലപ്പെട്ടെന്നും കൊലപാതകി നന്ദന എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അതോടുകൂടി ദേവിയുടെയും നന്ദൻ്റെയും ജീവിതവും തീരും. ഇനി എന്ത് ചെയ്യും ഭഗവാനെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ ഭാർഗവി അങ്ങോട്ട് വരുന്നത്. ഭാർഗവി വന്നതും, എന്താ പ്രഭകുഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം, പ്രത്യേകിച്ച് ഒന്നുമില്ല ഭാർഗവി, സുഖമായിട്ടിരിക്കണോ, പ്രഭകുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ, മാറി ഭാർഗവി എന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, ഈ ഭാർഗവി വെറുതെ ഓരോന്ന് ചോദിക്കണേന്ന് പറയുന്നു. പിന്നീട് ഭാർഗവിനോട്, ഭാർഗവി ആൻറ്റി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദേവികയെ കണ്ടൊരു കാര്യം പറയാനും കൂടി ഇങ്ങോട്ട് വന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുരളിയും ഗൗരിയും കൂടി ശാരികയെ കാണാനും വീട്ടിൽ കല്യാണക്കാരും
കാണാനും സംസാരിക്കാനുമായിട്ട് പോയിരുന്നു. അന്ന് ശാരികയ്ക്ക് കല്യാണത്തിന് അത്ര താല്പര്യമില്ലാത്ത പോലെയാണ് അവർക്ക് എല്ലാവർക്കും തോന്നിയത്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് ദേവിയോടും കൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ശാരികയ്ക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ആൻറ്റി, അതൊക്കെ ഗൗരിക്കും മുരളിയേട്ടനും തോന്നിയതായിരിക്കും. അവൾക്ക് പഠിക്കണം എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ, അല്ലാതെ നവീനെ കല്യാണം കഴിക്കണതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്ന സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കല്യാണത്തിനൊരു ഡേറ്റ് തീരുമാനിക്കണ്ടേ, എത്രയാണെന്ന് വെച്ചിട്ടാണ് കല്യാണം ഇങ്ങനെ നീട്ടി വെക്കണേ. അവനക്കാണെങ്കിൽ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട്, അപ്പം ആ സമയത്ത് വിവാഹം നടത്താമെന്ന് അവരുടെ തീരുമാനം. അത് കഴിഞ്ഞ് പിന്നെ പോയാൽ 2 വർഷം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ, അത്രയും നാളും വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ സമ്മതം, പിന്നെ അവളാണ് പഠിത്തം കഴിയട്ടെ എന്ന് പറയണേ. എന്തായാലും ഞാനൊന്ന് ശാരികയെ കണ്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഗൗരി ശാരികയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് മോളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ വന്ന് നിർത്തണം ഒച്ച കേൾക്കുന്നുണ്ട്. ഈ നേരത്തെ ആരായിരിക്കും ഓട്ടോയിൽ വന്നതെന്ന് വിചാരിച്ച് രാധിക ജനൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മളുടെ ഗൗരിയാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ തന്നെ രാധികയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഈ ശാരികയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൗരി വന്നേന്ന്. അങ്ങനെ ഗൗരി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ മുൻവശത്തങ്ങ് ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ബെല്ലടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും രാധിക അകത്തുനിന്ന് ഡോർ തുറന്ന് വരുന്നുണ്ട്. എന്നിട്ട് ഗൗരി, എന്താ ഗൗരി രാവിലെ തന്നെയെന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. രാധിക ആൻറ്റി അതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. ശാരികയ്ക്ക് ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, അങ്ങനെ എതിർപ്പൊന്നുമില്ല, അവൾ പഠിക്കണം എന്ന് തന്നെയാണ് പറയണതെന്ന് പറയുമ്പോൾ, വിവാഹം കഴിഞ്ഞാലും പഠിക്കണതിന് കുഴപ്പമില്ല എന്ന് നവീൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നമെന്ന്. അത് ഞങ്ങൾ അവളോട് പറഞ്ഞു, പക്ഷെ അവളത് കേൾക്കണ്ടേ, അവൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നാണ് പറയണേ. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, എനിക്കൊന്ന് ശാരികയോട് സംസാരിക്കണം. ശാരിക ഇവിടെ ഇല്ല ആൻറ്റി എന്ന് വയ്ക്കുമ്പം അവളിവിടെ ഉണ്ട്, ഞാനിപ്പോൾ അവളെ വിളിക്കാൻ തോന്നുന്നു. അങ്ങനെ രാധിക ശാരികയെ ചെന്ന് വിളിക്കുന്ന സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, ഗൗരി ചേച്ചി ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, നിന്നോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്, എന്തായാലും നീ ചെല്ല് ഗൗരിയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ശാരിക ഇഷ്ടമല്ലാണ്ട് തന്നെ ഗൗരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗൗരി ശാരികയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് ശാരിക സത്യസന്ധമായി മറുപടി പറയണം. ശാരികയ്ക്ക് ഈ വിവാഹത്തിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം ശാരിക പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിനോട് എതിർപ്പൊന്നുമില്ല, പക്ഷേ എൻ്റെ പഠിത്തം കഴിയാതെ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണ പോലുമില്ല. പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആ സമയത്ത് എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾക്ക് വിവാഹ നിശ്ചയത്തിനുള്ള ഏർപ്പാട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പം, അതൊന്നും പറ്റില്ല, എൻ്റെ പഠിത്തം കഴിയാതെ എൻ്റെ വിവാഹം നിശ്ചയിക്കേണ്ടെന്ന് പറയണം. അത് കേട്ടതും ഗൗരി പറയുന്നുണ്ട്, ഈ അടുത്ത മാസം അവൻ ലീവിന് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് 2 വർഷം കഴിഞ്ഞാൽ ലീവ് കിട്ടുള്ളൂ, അത്രയും നാൾ അവൻ്റെ വിവാഹം നീട്ടി വയ്ക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം ലീവിന് വരുമ്പം അവൻ്റെ വിവാഹം നടത്തണമെന്ന അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ നവീന് വേണ്ടി വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ കണ്ടെത്തുന്നു. അത് കേട്ടതും ഗൗരിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക പോയതിന് ശേഷം പ്രഭാവതി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രോത്തേക്ക് ഒരു കാർ വരുന്നുണ്ട്. ആ കാറിൽ നിന്നും ഇറങ്ങുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ഇസബല്ലയാണ്. ഇസബല്ല ഇറങ്ങി വന്നിട്ട് ഡോർ ബെല്ലടിച്ചതും പ്രഭാവതി ഒന്ന് ഡോറ് തുറന്നതും ആരാന്ന് ചോദിക്കുമ്പം, ഞാൻ നന്ദൻ്റെ കൂട്ടുകാരിയാണ് ഇസബല്ല, ആൻറ്റി അറിയുമായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഉവ്വ മോളെ എനിക്കറിയാം, നന്ദൻ പറഞ്ഞായിരുന്നു, മോളല്ലേ ആ കേസിൽ നിന്ന് നന്ദനെ രക്ഷിച്ചത്, എന്തായാലും നല്ല കാര്യം എന്ന് പറയുമ്പം, അതല്ല ആൻറ്റി ഇപ്പോൾ പ്രശ്നം, ദേവിക ഇനിയും ഈ കേസ് അന്വേഷണം പുരോഗതിയിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് നടന്ന, എന്തായാലും പാപ്പനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പോലീസ് ഓഫീസറെ ആ അന്വേഷണം ഏൽപ്പിക്കും, അങ്ങനെ വേറെ ആരെങ്കിലും അന്വേഷണം ഏറ്റു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദൻ ജയിലിൽ പോകും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദേവികയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാനും നന്ദനും ഒരുപാട് പറഞ്ഞു, പക്ഷേ ദേവിമോൾ അത് കേൾക്കണില്ല. അരുന്ധതി ആണെങ്കിൽ കഴിഞ്ഞ ദിവസവും കൂടി ദേവികയെ ചെന്ന് കണ്ടിട്ട് ഋഷിയെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ആ ഒരു ഇതിലാണ് ദേവിക നിൽക്കുന്നത്. ദേവിക്ക് അറിയില്ലല്ലോ ഇത് ചെയ്തിരിക്കുന്നത് നന്ദനാണ്, അതാണ്, ഞങ്ങൾക്കാണെങ്കിൽ അതാരോടും പറയാനും പറ്റില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ആൻറ്റി ടെൻഷനാവണ്ട, എന്തായാലും നന്ദന് എന്ത് സംഭവിച്ചാലും ഞാൻ നന്ദൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നന്ദനെ ഒരിക്കലും ഞാൻ കൈവിടില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പം നന്ദൻ്റെ ദേഹത്ത് ഒരു വലിയ മണ്ണ്
വീഴാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്ന് ഈ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് നമ്മളുടെ ദേവിക താഴേക്ക് ഇറങ്ങി വരുന്നത്. ദേവിക നോക്കുമ്പോൾ നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഇസബെല്ലേനെ കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറുന്നുണ്ട്. ആ സമയത്ത് ദേവിക വിചാരിക്കുന്നുണ്ട് ഇതാരായിരിക്കുമോ അമ്മ ഇത്ര സ്നേഹത്തോടുകൂടി പെരുമാറണേന്നും പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മ ഇത് ആരാമേന്ന് ചോദിക്കുമ്പം പ്രഭാവതി വേഗം തന്നെ ഇസബെല്ലേനെ അറിയില്ലേന്ന് ചോദിക്കുന്നു. ആ സമയത്താണ് ദേവിക ഈ വന്നേക്കണത് ഇസബെല്ലയാണെന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ദേവികയ്ക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ഇവളിപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്, പഠിക്കുന്ന സമയത്ത് ഇവളും ഞാനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ടായിരിക്കുമോ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പം ഇസബെല്ല വേഗം തന്നെ ദേവികയോട് എന്താ ദേവിക നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, ഇസബെല്ല എന്താ ഇപ്പോൾ എവിടെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പം ഞാനിപ്പോൾ നാട്ടിലുണ്ട്, എന്തായാലും നന്ദനെയും കെവിനെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അപ്പം ആൻറ്റീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സംശയത്തോടുകൂടി പ്രഭാവതിയെയും ഇസബെല്ലേനെയും നോക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.